ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ടെങ്കിൽ പിന്നെ ഇറച്ചിയോ മീനോ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു ഫ്രൈ മാത്രം മതി കേട്ടോ. കുറേ ദിവസം ഇരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും പറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോവയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ കോവയ്ക്ക ഞാനെടുത്ത് ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്യും. കനം കുറച്ച് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോവയ്ക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് കോവയ്ക്കൊന്നുമില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് എടുക്കുമ്പം ഈ പൊടികളുടെയൊക്കെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിലേക്ക് 2-3 പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല പുളിയുള്ള തൈരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാതെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴേ നന്നായിട്ട് കോവയ്ക്കയിലൊക്കെ ഈ ഒരു മസാലയൊക്കെ പിടിക്കത്തുള്ളേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളമയം ഒരുപാട് കാണില്ല കേട്ടോ. അഥവാ കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പരുവത്തിന് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെയൊന്ന് കൂട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങിട്ട് കൊടുക്കല്ലേ, കുറേശ്ശെയായിട്ട് നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ എടുക്കത്തില്ലേ, ആ ഒരു രീതിക്ക് എണ്ണ എടുത്താൽ മതിയേ. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തവി കൊണ്ട് ഇളക്കുകയൊന്നും ചെയ്യല്ലേ. പതിയെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലയൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകാതെ വളരെ സൂക്ഷിച്ച് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. എന്നാൽ ഒരുപാട് അങ്ങ് കറുത്ത് പോകാതെ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാനായിട്ട്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കോവയ്ക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് കുറേ ദിവസം, 1 മാസത്തോളമൊക്കെ ഉപയോഗിക്കാം. കാറ്റ് കയറാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അതായത് ഈ മസാലയൊക്കെ ചേർത്തത് കൊണ്ടേ നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ വെറുതെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പെറുക്കി കഴിക്കാനായിട്ടൊക്കെ തോന്നും. അത്ര നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ആദ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഒക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്കാണെങ്കിൽ കൊടുത്തുവിടാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്ത് കുപ്പിയിലാക്കി കൊടുത്തുവിട്ടാലേ ചോറൊക്കെ ഉണ്ണുന്ന സമയത്ത് ഇത് കുറച്ച് ഫ്രൈ ചെയ്തുണ്ടെങ്കിൽ മീനൊക്കെ വറുത്തത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്താണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത്. ഒരുപാട് അങ്ങിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കുറച്ചുണ്ടെങ്കിൽ തന്നെയും. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും കോവയ്ക്ക അങ്ങനെ ഇഷ്ടമല്ലായിരിക്കും. ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കാണെങ്കിലും പെറുക്കിയെടുത്ത് ഇങ്ങനെ ഉപ്പേരിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കോവയ്ക്കയൊക്കെ ഫ്രൈ ചെയ്തതാണ് ഞാനിപ്പോൾ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുപ്പി കാലിയാകുന്ന അറിയത്തില്ല, പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് തീരും കേട്ടോ. ഒരുപാടൊന്നുമില്ല. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.